എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി പാക്കോ ഫേഷ്യലോ ഒക്കെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതാണ്. ഇപ്പം ഞാൻ എല്ലാ മുദ്രയും അതും ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫേഷ്യലൊന്നും ചെയ്യുന്നില്ലെന്ന് ഒത്തിരി പേര് എനിക്ക് മെസ്സേജും കമൻറ്റിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കിടിലം ഫേഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാക്കൊന്നും അല്ല, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫേഷ്യൽ, ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒരു സൂപ്പർ ഫേഷ്യൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച്. സൂപ്പർ ഫേഷ്യലാണ്, വളരെ നല്ല ഫേഷ്യലാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കൊറിയക്കാർ ചെയ്യുന്ന ഫേഷ്യലാണ്. അത് ഒരുപാട് ഗ്ലോ, ബ്രൈഡിനും ഒക്കെ ചെയ്യാവുന്ന ഗ്ലോ ചോക്ലേറ്റ്, കൊറിയൻ ചോക്ലേറ്റ് ഫേഷ്യൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കറിയാമല്ലോ, ചോക്ലേറ്റ് എന്ന് കേൾക്കുമ്പോൾ അറിയാം എന്തോ ഒരു കോഫി സംബന്ധമായ ആയിരിക്കുമെന്ന്. അപ്പം അത് നമ്മളെപ്പോഴും സാധാരണ കിച്ചണിലുള്ള എല്ലാ സാധനം വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കൊക്കോ പൗഡറാണ് ഇതിന് ചെയ്യുന്നത്. കൊക്കോ പൗഡർ വളരെ വിലക്കുറവാണ്, സിമ്പിളായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നല്ലത് വാങ്ങിക്കണമെന്നേ ഉള്ളൂ. ഇതൊന്നിൻ്റെയും പേരൊന്നും അല്ലേ, ഞാൻ ഇതിൻ്റെ പടം കാണിച്ചെന്നേ ഉള്ളൂ. കൊക്കോ പൗഡർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് സ്വീറ്റ് ബേക്കറിയിൽ നിന്ന് കിട്ടും. ബേക്കറിയിൽ നമ്മൾ സ്വീറ്റ്സിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, ആ കൊക്കോ പൗഡറാണ് വാങ്ങിക്കേണ്ടത്. 2 തരത്തിലുണ്ട് കൊക്കോ പൗഡർ. അത് ബേക്കറി ഉപയോഗത്തിനെന്ന് പറഞ്ഞുള്ളത് വാങ്ങിച്ചാൽ മതി, വളരെ വിലക്കുറവാണ്. അതൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതി, നല്ല ഗ്ലോ ആയിരിക്കും. അത് വെച്ചാണ് നമ്മളിന്ന് ഫേഷ്യൽ ചെയ്തത്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ. സംസാരിച്ച് നമുക്ക് സമയം കളയണ്ട. അപ്പോൾ എപ്പോഴും പോലെ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്ത് വെക്കണം. ഫേസ് നല്ല ക്ലീനാക്കി വെച്ച ഫേസിൽ വേണം നമ്മളെപ്പോഴും ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീനൊക്കെ ചെയ്ത് വെച്ച ഫേസിൽ സ്ക്രബ് ഇടാം. സ്ക്രബ് എന്ന് പറയുമ്പോൾ പഞ്ചസാരയും ഇത്തിരി കോഫി പൗഡറും പാലുമാണ് ചേർക്കുന്നത്. പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഇടുക. കോഫി പൗഡറാണ് ഇത്. ഇത് നല്ല കോഫി പൗഡറാണ്, വീട്ടിലേക്ക് വാങ്ങിച്ചത്. ഞാൻ ഇതിന് കുറിച്ചിട്ട് നല്ല സൂപ്പർ പൗഡർ നെസ്കഫേയുടെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങളത് ഇടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണോ അതിന്. നമുക്കിപ്പോൾ ഈ സാഷ പോലെ കിട്ടുമല്ലോ വാങ്ങിക്കുക, അതിട്ടാൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. കോഫി പൗഡറും പഞ്ചസാരയും പാലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, ഇത് നല്ല തരിയാണ്. എൻ്റെ ആ കോഫി പൗഡറും നെസ്കഫേയുടെ ഒത്തിരി തരി പോലുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്ക്രബാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ, എൻ്റെ ഒരു കല്ല് പോലൊക്കെ ഇരിക്കുന്നു. ഇപ്പം ഇച്ചിരി വലിയ തരിയുള്ള പഞ്ചസാരയായിരുന്നു. ക്ലീൻ ചെയ്യുന്ന മുഖത്തേക്കാണ് ഇടേണ്ടത്. സോറി, ടവലെടുത്ത് വെച്ചില്ല. എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇട്ട് കാണിച്ചില്ലെങ്കിൽ പറയും എന്താ ഫേഷ്യൽ ചെയ്ത് കാണിക്കാത്തത്. അതുകൊണ്ടിപ്പോൾ ചെയ്ത നന്നായിട്ട് നല്ല സ്ക്രബാണ്. പാലും പഞ്ചസാരയും കോഫി പൗഡറും കൂടി ഇടുന്നത്. നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. പൊട്ട് മാറ്റിയില്ല. നന്നായിട്ട് എപ്പോഴാണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം സ്ക്രബ് ചെയ്യാം. ടിഷ്യൂ പേപ്പർ, കോട്ടൺ വെച്ച് നിങ്ങളങ്ങ് തുടച്ചാൽ മതി, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ തുടച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് തുടച്ചതിന് ശേഷം അപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ട് നമുക്ക്. ആ ടിഷ്യൂ വെച്ച് തുടച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫേസ് നല്ല സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എടുക്കുന്ന അതേ എഫക്റ്റാണ് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോൾ അതല്ല, അതെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന്
ആവി കൊടുക്കുക. സ്റ്റീം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് സ്റ്റീം കൊടുത്തതിന് ശേഷം ആ ബ്ലാക്കസ്റ്റ് റിമൂവർ വെച്ച് എടുക്കാം കൂടുതലായിട്ടുണ്ടെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ എടുക്കാം. ഇത് ചെയ്താൽ മതി. നന്നായിട്ട് അതിൻ്റെ പുറത്തേക്കാണ് നമ്മളിനി ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ അങ്ങ് ഇത് അലോവേര ജെല്ലാണ്. അലോവേര ഏത് കമ്പനിയുടെ വാങ്ങിച്ചാലും മതി, നല്ല അലോവേര വാങ്ങിക്കണമെന്നേ ഉള്ളൂ. ഒരു 2 സ്പൂണൊക്കെ ചെറിയത്, എൻ്റെ കയ്യിരിക്കുന്ന ചെറിയ സ്പൂണാണ്. അലോവേര ജെല്ല് എടുക്കുക. അതിൻ്റെ കൂടെ ഇത്തിരി തേനും കൂടെ ഉപയോഗിക്കുക. തേൻ, അലോവേര ജെല്ലും തേനുമാണ്. അലോവേര ജെല്ല്, തേൻ, കണ്ടല്ലോ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനത് പെട്ടെന്ന് തന്നെ അങ്ങ് പറയുകയാണ്, വീഡിയോ ഒരുപാട് നീളമുണ്ടല്ലോ എന്ന് വിചാരിച്ച്. നന്നായിട്ടത് മസാജ് ചെയ്യുക. തേനും അലോവേര ജെല്ലും കൊണ്ടുമ്പോൾ നല്ലൊരു ലൂസ് ഇതാകും. നന്നായിട്ട് മസാജ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ മസാജിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്യണം. പുതിയ ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്കൊക്കെ മിക്കവർക്കും അറിയാമല്ലോ. പുതിയ ആൾക്കാർക്ക് മസാജിങ് വീഡിയോ ഒക്കെ കുറേ എണ്ണം ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരുപാട് നേരം ഞാൻ മസാജ് ചെയ്തുകൊണ്ടിരുന്നാൽ വീഡിയോയ്ക്ക് കുറേ നീളം. അപ്പം കുറച്ച് സമയം കുറച്ച് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലാവുമല്ലോ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് തന്നെ ചെയ്യണം. എന്ത് ചെയ്താലും കഴുത്തിൽ ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക. കഴുത്ത് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. അലോവേര ജെല്ലും തേനും കൂടെ മസാജ് വെച്ച് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. സ്കിന്ന് നല്ല ഗ്ലോ കിട്ടും. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങ് തുടച്ചാൽ മതി, അല്ല വേറെ ചെയ്യേണ്ടതിനകത്ത്. ഇത് തന്നെ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഗ്ലോ അല്ലേ കാണുന്നത്, നിങ്ങൾക്ക് കാണാമല്ലോ. നല്ലൊരു ചേഞ്ച് ഇപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രമേ, എൻ്റെ മുഖത്ത് മാത്രമേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ പലരും ഇനി കമൻറ്റ് ചോദിക്കും, ചേച്ചി വെളുത്ത ചേച്ചിക്ക് ഇട്ടിട്ട് എങ്ങനെ വ്യത്യാസം അറിയാവുന്നവർക്കറിയാം അതിൻ്റെ വ്യത്യാസം. അപ്പം നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കിട്ടും. ഇത് കറുപ്പിലോ വെളുപ്പിലോ ഒന്നും ഒരു കാര്യമില്ല, മുഖത്ത് വരുന്ന ചേഞ്ചാണ്. അപ്പം മസാജിങ് കഴിഞ്ഞു, പെട്ടെന്ന് ചെയ്തതാണ് മസാജിങ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഇനിയാണ് നമ്മുടെ താരം പാക്ക്. ഇതാണ് കൊക്കോ പൗഡർ. സ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ ബേക്കറി ഉപയോഗത്തിനുള്ള കൊക്കോ പൗഡർ തന്നെ ഉപയോഗിക്കണേ. വേണ്ടേ, കുറച്ച് ഒരു സ്പൂൺ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. കൊക്കോ പൗഡറാണ് നല്ല. കോഫി പൗഡർ അല്ല, കാപ്പിപ്പൊടിയുടെ പോലൊക്കെ തന്നെ ഇരിപ്പുണ്ട് കൊക്കോ. നല്ല ഗ്ലേസിങ് ആണ്, നമ്മുടെ സ്കിന്നിന് ഭയങ്കര എഫക്റ്റ് തരുന്ന ഒന്നാണ് ഈ കൊക്കോ പൗഡർ. ഇനി ചേർക്കേണ്ടതാണ് തൈര്. നമ്മളെപ്പോഴും ചേർക്കുന്ന നമ്മുടെ തൈര്. ഒരു സ്പൂണോ നിങ്ങളുടെ അതൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിലുള്ള തൈര് കൊക്കോയും കൂടെ ചേരുമ്പോൾ വളരെ നല്ല എഫക്റ്റാണ്. കൈകൊണ്ട് നന്നായിട്ട്, വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല. അത്രയും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാം, ഒരു നിർബന്ധവും ഇല്ല. നല്ല മണം, നല്ല കൊക്കോ അല്ലേ, സൂപ്പർ മണം, നല്ല ചോക്ലേറ്റിൻ്റെ തന്നെ മണം. ചോക്ലേറ്റ് ഫേഷ്യൽ തന്നെയാണിത്. ഫേസിൽ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര നല്ല ഇതാണ്, മണമാണ്. നല്ല കോഫി ആയിട്ടിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ.
ഇനി നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതേ ഉള്ളു കാര്യം. അടിപൊളി ഫേഷ്യലാണ്. അത് നല്ല തണുപ്പുണ്ട് തൈര് പിന്നെ അറിയാമല്ലോ, ഫേസിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കൊക്കോ പൗഡറും കൂടെ ആകുമ്പോൾ നല്ല മധുരമോ മണമോ ഒക്കെ വരുന്നങ്ങ്. മധുരമോ നല്ല ആ മണം കൊണ്ടങ്ങ് കടിച്ച് തിന്നാൻ തോന്നുന്നു. ഇതിപ്പം 2 പേർക്ക് ഇടാനുള്ളതാണ് ഞാൻ എടുത്തത്. 1 സ്പൂൺ എടുത്താൽ മതി. ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ എടുത്താൽ മതി നിങ്ങൾക്ക് ഒരാൾക്കാണെങ്കിൽ. ഇപ്പം നിങ്ങൾ കൂടിപ്പോയെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊന്ന് ചെറുതായി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ലൈറ്റ് മസാജ് കൊടുത്ത് ചെയ്യാം. ഓക്കെ. നിങ്ങൾ കഴുത്തിലും കൂടെ ഒക്കെ ഇട്ടാണ്. ഞാൻ ഇപ്പോൾ കഴുത്തിൽ ഇട്ടിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ പാക്ക് ഇടണം. ഇനി ഡ്രൈ ആയിട്ട് വരെ. നല്ലോണം ഡ്രൈ ആയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ. നല്ല മഴ പെയ്യുന്നു ഇപ്പോൾ. നേരത്തെ ഇവിടെ മഴയില്ല. ഫേഷ്യൽ തുടങ്ങാൻ നേരം മഴയില്ലായിരുന്നു. പക്ഷേ ഇപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ സൗണ്ട് കേൾക്കുമായിരിക്കും നിങ്ങൾ. നല്ലോണമാണ്. ഒരുപാട് അങ്ങ് ഡ്രൈ ആവരുത്. ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏത് പാക്ക് ഇട്ടാലും ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പേ ലൈറ്റായിട്ട് മസാജ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു മസാജും കൊടുത്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടാണല്ലോ. കൊക്കോ പൗഡറും തൈരും കൂടെ ആകുമ്പം സ്കിൻ നല്ല ഇതായിട്ടിരിക്കുകയാണ്, സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ഒരു ക്രീം ഇട്ട് മസാജ് ചെയ്താൽ എങ്ങനെ ഇരിക്കുക, അതേ ഒരു എഫക്റ്റാണ് നമുക്ക്. സാധാരണ പാക്ക് ഇടുമ്പോൾ ഒരു കട്ടി തോന്നത്തില്ല. ആ ഒരു കട്ടി ഇതിനകത്ത് വരത്തില്ല. നന്നായിട്ട് മസാജ് ചെയ്ത് നിങ്ങളൊരു നല്ലോണം ഒരു മസാജൊക്കെ ചെയ്തെടുക്കണം. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടും. അത്രയ്ക്കും നല്ല റിസൾട്ടാണ്. അപ്പം ഞാൻ മുഖം കഴുകിയിട്ട് പോലും ഇല്ല. ഞാൻ ഇങ്ങനെ ഇത് വെച്ചൊന്ന് തൂത്തതേ ഉള്ളേ. എന്നിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ കഴുത്തിലൊന്നും ഇട്ടില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇനി കഴുത്തിലും കൂടെ ഒക്കെ ഇട്ട് അതെല്ലാവരും കൂടെ പറ്റിയിരിക്കും. നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുക. നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല വെറുതെ പറയുന്നതല്ല, വളരെ സോഫ്റ്റാണ് സ്കിന്ന്. ഇനി ഞാൻ കുറച്ച് മുഖമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സോഫ്റ്റാണ്. ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക്? നല്ല വ്യത്യാസമുണ്ട്. നല്ല തൈരല്ലേ, തൈരും കൊക്കോ പൗഡറും ഭയങ്കര സോഫ്റ്റാണ് സ്കിൻ. അതാണ് കൊറിയക്കാർ ചെയ്യുമെന്ന് പറയുന്നത്. നമ്മൾ കൊറിയക്കാരുടെ സ്കിൻ കണ്ടിട്ടില്ലേ, നല്ല സോഫ്റ്റും നല്ല ഗ്ലോയും ആയിരിക്കും എപ്പോഴും. അവർ കൊക്കോ പൗഡർ വെച്ചാണ് മിക്ക ഫേഷ്യലും ചെയ്യുന്നത്. അവർ കൊക്കോ പൗഡർ നന്നായിട്ട് ഉപയോഗിക്കും. കൊക്കോ പൗഡറും പിന്നെ നമ്മുടെ റൈസ് വാട്ടർ ഉണ്ടല്ലോ, കഞ്ഞിവെള്ളവും റൈസും ഒക്കെയാണ് അവരുടെ ഫേഷ്യലിന് ഉപയോഗിക്കുന്നത്, ക്രീമിന് പകരം. പിന്നെ കൊക്കോ പൗഡർ നന്നായിട്ട് അവർ ഉപയോഗിക്കും. നല്ല ഗ്ലോയാണ്. അപ്പോൾ നമ്മളും അതാണിന്ന് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഗ്ലോ വരട്ടെ. എല്ലാവരും ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താലേ എനിക്ക് പിന്നെ ഇടാൻ തോന്നത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും അടുത്ത ഒരു കിടിലൻ പാക്ക് അല്ലെങ്കിൽ കിടിലൻ ഫേഷ്യലുമായിട്ട് വരുന്നതായിരിക്കും.